ശാശ്വതീകാനന്ദ സ്വാമികളുടെ ദുരൂഹ മരണത്തിൽ കേരള ഹൈക്കോടതി സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നു. നീന്തൽ അറിയാവുന്ന ശാശ്വതീകാനന്ദ എങ്ങനെ മുങ്ങി മരിച്ചു എന്നാണ് ഹൈക്കോടതിയുടെ ചോദ്യം. മരണത്തിൽ സർക്കാർ ഇരട്ടത്താപ്പ് സ്വീകരിച്ചത് വ്യാപകമായ ആശയക്കുഴപ്പവും സൃഷ്ടിച്ചിരിക്കുന്നു. പുനരന്വേഷണം വേണ്ടെന്നായിരുന്നു ഇന്ന് സർക്കാർ ഹൈക്കോടതിയിൽ സ്വീകരിച്ച നിലപാട്. ഈ നിലപാടിന് ഘടകവിരുദ്ധമായ പ്രസ്താവനയാണ് ആഭ്യന്തരമന്ത്രി തന്നെ രംഗത്തെത്തി പറഞ്ഞത്. ശാശ്വതീകാനന്ദയുടെ മരണത്തിൽ പുനരന്വേഷണത്തിന് എതിരില്ലെന്നായിരുന്നു ചെന്നിത്തലയുടെ പ്രസ്താവന. അതിനിടെ അന്വേഷണം വേണമെന്ന് രേഖാമൂലം ആവശ്യപ്പെട്ടതായി സുധീരനും അറിയിച്ചു. തീർച്ചയായും ആശയക്കുഴപ്പമുണ്ട്. പൊതുസമൂഹവും ആശയക്കുഴപ്പത്തിലാണ്. ശാശ്വതീകാനന്ദ മരിച്ചത് ആലുവപ്പുഴയിലെ കടവിൽ വെച്ചാണ്, പടവുകളിൽ വെച്ചാണ് എന്ന് നമുക്കറിയാം. കുമാരനാശാൻ ബോട്ടപകടത്തിൽപ്പെട്ട് മുങ്ങി മരിച്ചതുപോലെയുള്ള മുങ്ങിമരണം ആയിരുന്നില്ല ശാശ്വതീകാനന്ദയുടേത്. അന്നു മുതൽ തന്നെ ഏത് സാധാരണക്കാരൻ്റെയും മനസ്സിൽ ചോദ്യം ഉണ്ടായിരുന്നു, നീന്തൽ അറിയാവുന്ന, നന്നായി അറിയാവുന്ന ഒരു സ്വാമിജി അല്ലെങ്കിൽ ഒരു വ്യക്തി ഈ കുളിക്കുന്ന പടവുകളിൽ കാല് തന്നെ വീണാൽ പോലും ഇങ്ങനെ മുങ്ങി മരിക്കുന്നത് എങ്ങനെ എന്ന ചോദ്യം അന്നു മുതലേ ഉണ്ടായിരുന്നു. ആ ചോദ്യത്തിന് ഇനിയും ഉത്തരം കിട്ടിയിട്ടില്ല. ഇന്ന് ഹൈക്കോടതിയിൽ ജഡ്ജി, ക്രിമിനൽ കേസുകൾ നന്നായി കൈകാര്യം ചെയ്യുന്ന പരിചയമുള്ള ഒരു ജഡ്ജി കമാൽ പാഷ ഈ ചോദ്യം ഇന്ന് ഉന്നയിക്കുമ്പോൾ ആ ചോദ്യം വെറുമൊരു സാധാരണക്കാരന്റെ അർത്ഥമില്ലാത്ത ചോദ്യമല്ല. അവൈലബിൾ ആയിട്ടുള്ള റെക്കോർഡ്സ് വെച്ച് മാത്രമേ അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയുള്ളൂ. നമുക്കറിയാലോ, ഇപ്പൊ ശാശ്വതീകാനന്ദ സ്വാമിയുടെ മരണം കേരളത്തിന് മുഴുവൻ ഒരു വലിയ നൊമ്പരം ഉണ്ടാക്കിയതാണ്. ആ മരണവുമായി ബന്ധപ്പെട്ട് അന്ന് വളരെ സമഗ്രമായ അന്വേഷണം നടത്തിയതാണ്. ആ അന്വേഷണത്തിന്റെ ഒടുവിൽ അന്ന് ഇത് സംബന്ധിച്ച് ഒരു അവ്യക്തതയും ബാക്കി വെച്ചിട്ടില്ല. പക്ഷെ ഇപ്പോഴാണ് പുതിയ ചില വെളിപ്പെടുത്തലുകളുമായി ചില കേന്ദ്രങ്ങൾ വരുന്നത്. ആ വെളിപ്പെടുത്തലിനോട് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയും KPCC പ്രസിഡന്റും പ്രതികരിച്ചത്, ശാശ്വതാനന്ദ സ്വാമി സാധാരണഗതിയിൽ വളരെ ചെറുപ്പം പോലെ നമ്മളവിടെയുള്ള കിളിയാറ്റിൽ നീന്തി കുളിക്കുകയും വെള്ളത്തിൽ നല്ല പരിശീലനമുള്ള ആളാണ്. വളരെ ചെറുപ്പത്തിൽ നമ്മൾ ഒരുമിച്ച് നീന്തി കളിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഈ നീന്തൽ അറിയില്ല എന്നുള്ള ഒരു പ്രശ്നമില്ല. ചെറുപ്പത്തിലെ മുതൽ നല്ല രീതിയിൽ നീന്തുന്ന ആളാണ്. അപ്പോൾ പിന്നെ ഈ മരണം സംഭവിച്ചാൽ ദുരൂഹതയുണ്ട്. എന്താണ് ആ ദുരൂഹതയ്ക്ക് പിന്നിൽ? ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞെത്തുന്നു. നിങ്ങൾ കുടുംബാംഗങ്ങൾക്കുള്ള സംശയം വ്യക്തമാക്കൂ. ഈ സത്യം പുറത്തെത്തട്ടെ. ഇപ്പോൾ ഈ പറഞ്ഞു കേൾവിയല്ലാതെ നമുക്ക് നേരിട്ടൊരു കാര്യം ഇതിനെപ്പറ്റി വ്യക്തമായൊന്നും അറിയില്ലെങ്കിലും ഇപ്പോൾ ഒരുപാട് വെളിപ്പെടുത്തലുകൾ വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഈ റൂറൽ SP തന്നെ ഇന്നും ഇതിനു മുമ്പും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഈ അന്വേഷണത്തിൽ വീഡിയോ ക്ലിപ്പും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കിട്ടുകയാണെങ്കിൽ പുതിയ തെളിവുകൾ കണ്ടെത്താൻ കഴിയുമെന്നാണ്. അതിൽ നമ്മൾ ഉറച്ചു നിൽക്കുകയാണ്. നമുക്കത് 100% അത് ആവശ്യമാണെന്നാണ് നമ്മളവർ. ഈ സ്വാമിയെ തുഷാർ വെള്ളാപ്പള്ളി ഗൾഫിൽ വെച്ച് തല്ലി, അങ്ങനെ സ്വാമിയുടെ ദേഹത്ത് പാടുകളൊക്കെ ഉണ്ടായിരുന്നു. അതേ സംബന്ധിച്ച് താങ്കൾക്കറിയാം? അതിലറിയില്ല, നമുക്കറിയില്ല. അത് പറഞ്ഞു കഴിവിയാണ്. നമ്മളിതുപോലെ പറഞ്ഞു കേട്ടിരുന്നു, പലരും ഇങ്ങനെ പറഞ്ഞു കേട്ടെന്നല്ലാതെ അതിൻ്റെ അത്യാവശ്യം നമുക്കറിയാൻ പറ്റില്ല. മറ്റൊരു രാജ്യത്ത് നടന്ന സംഭവം, അതുമല്ല അതിനെപ്പറ്റി ഒരു വ്യക്തമായ ഒരു തെളിവും ഇല്ല, ഒരു കാര്യമില്ല. അത് പറയുന്നതിൽ അർത്ഥമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. സ്വാമി കൊല്ലപ്പെടുമെന്ന ഭീഷണി അല്ലെങ്കിൽ പേടി, സംശയം സ്വാമിക്കുണ്ടായിരുന്നു? ഒരിക്കലും നമുക്കറിയില്ല ഉണ്ടായിരുന്നെന്നുള്ള. സ്വാമി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മളുമായിട്ട് ചർച്ച ചെയ്തിട്ടില്ല പണ്ടും ഇപ്പോഴും. അവസാനം ഈ സമാധി ആവുന്നതിന് മുമ്പും അങ്ങനെയുള്ള സ്വകാര്യതയൊന്നും നമ്മളുമായിട്ട് പങ്കിടാറില്ലായിരുന്നു. താല്പര്യമാണ്. ശാശ്വതാനന്ദ സ്വാമിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹമില്ലല്ലോ. അത് സർക്കാരിനുമില്ല, പ്രതിപക്ഷത്തിനുമില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും ഇല്ല. ഞങ്ങൾ പറഞ്ഞല്ലോ, അന്വേഷണം നടത്തിയിട്ട് ഇത് ആരെങ്കിലും ഇപ്പോൾ തുടരന്വേഷണത്തെ എതിർക്കുന്നുണ്ടോ? ഞാൻ മനസ്സിലാക്കുന്നത് SNDP പോലും എതിർക്കുന്നില്ല. ഇപ്പോൾ MM മണി പറഞ്ഞതും ഇതും തമ്മിൽ താരതമ്യപ്പെടുത്തരുത്. ഈ MM മണി പറഞ്ഞത് എന്താ? ഞങ്ങൾ കൊന്നു 1, 2, 3, 4 ഇന്നെ ചെയ്തു എന്ന്, ഞാൻ ചെയ്തു, ഞങ്ങൾ ചെയ്തു എന്നാണ്. അങ്ങനെ ആരെങ്കിലും ഞങ്ങൾ ചെയ്തു, ശാശ്വതാനന്ദ ഞങ്ങൾ കൊന്നു എന്ന് പറഞ്ഞ ആരെങ്കിലും വന്നിട്ടുണ്ടല്ലോ? എവിടെ പറഞ്ഞത്? ബിജു രമേശിനോട്. അല്ല, ബിജു രമേശിനോട് ബിജു രമേശ് പറയല്ലേ? അല്ല, പ്രിയൻ ആരോടെങ്കിലും ഒഫീഷ്യലായിട്ട് രാഷ്ട്രീയം അല്ല, ഏതെങ്കിലും അത് രാഷ്ട്രീയമാണ്. ഏതെങ്കിലും മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ടോ? പബ്ലിക് ഏതെങ്കിലും വിഷ്വൽ ഉണ്ടോ? ഇത് ബിജു രമേശ് പറയല്ലേ? ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ രണ്ട് മുന്നണികൾക്ക് ഇതിൽ ആത്മാർത്ഥതയില്ല. അദ്ദേഹത്തിന്റെ കുടുംബം അനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ സഹോദരൻ പറഞ്ഞു. അത് ഇവിടെ അജിംഷാദ് പറഞ്ഞ പോലെ 2 ഗവൺമെന്റുകൾ അധികാരത്തിരുന്നപ്പോൾ ആ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് കേരളത്തിൽ
SNDP യോഗമോ BJP യോ ആരും ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. ആ റിപ്പോർട്ടിന്റെ ഫൈൻഡിങ്സ് അല്ല, പത്മകുമാർ പറഞ്ഞ പോലെ ആ റിപ്പോർട്ടിന് അങ്ങനത്തെ ഫൈൻഡിങ്സ് ഇല്ല. ആ റിപ്പോർട്ടിലെ ചില മൊഴികളാണ് പത്മകുമാരോട് ഉദ്ധരിച്ചത്. ആ റിപ്പോർട്ടിന്റെ ഒരു ഫൈൻഡിങ്സോ അതിന്റെ കൺക്ലൂഷൻ ആയിട്ടുള്ള അങ്ങനെ ഒരു ഇത് കേരളത്തിലെ ഈ ഗവൺമെന്റിന് മുമ്പിൽ വന്നിട്ടുമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരു കാര്യം കൂടി അജിത് ഷാ എനിക്ക് സൂചിപ്പിക്കാൻ കഴിയില്ല. ഇവിടെ ഈ മരണവുമായി ബന്ധപ്പെട്ട ചില പുതിയ വിവാദങ്ങൾ, ചില പുതിയ വെളിപ്പെടുത്തൽ, ആരോപണങ്ങൾ അതൊക്കെ ഉണ്ട്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഇവിടെ പത്മകുമാർ ഇത് കുറെ കൂടി ഇതിന് ഒരു പുതിയ ട്വിസ്റ്റ് കണ്ടെത്തുകയാണ്. ഭാസ്കരൻ കമ്മീഷൻ റിപ്പോർട്ടിൽ ഇന്ന കാര്യങ്ങൾ പറയുന്നു.